ഇടുക്കിയിലേക്ക് പോവുകയാണ്. ഇടുക്കി ശങ്കരപാണ്ഡ്യമേട്ടിൽ 36-കാരിയുടെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജഗൻമോഹന്റെ ഭാര്യ ശാന്തിയാണ് തിങ്കളാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജഗൻമോഹന്റെ സഹോദരി ഭർത്താവ് രാമകൃഷ്ണനെ ശാന്തൻപാറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴുത്തിൽ തോർത്തു മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന പ്രതി മൊഴി നൽകുകയും ചെയ്തു. ജോയ്മോനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോയ്മോനെ, എന്താണ് ഈ പ്രേക്ഷകരുടെ അറിവിലേക്കായി എന്തായിരുന്നു ഈ കേസിന്റെ പശ്ചാത്തലം? ഇത് എപ്പോഴായിരുന്നു സംഭവിച്ചത് തുടക്കം മുതലുള്ള കാര്യം, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇത് കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുന്നു, അതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ശ്യാമിലി, കഴിഞ്ഞ 4-ാം തീയതിയാണ് ഇടുക്കി ശാന്തൻപാറ ശങ്കരപാണ്ഡ്യമേട്ടിലെ ഈ ശാന്തി എന്ന യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അന്നേ ദിവസം തന്നെയായാലും ഇയാളുടെ ഭർത്താവ്, അതായത് ശാന്തിയുടെ ഭർത്താവ് ജഗൻമോഹൻ, ശാന്തിയുടെ ഭർത്താവ് ജഗൻമോഹൻ്റെ സഹോദരി ഭർത്താവ് രാമകൃഷ്ണനാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കാരണം ഇയാൾ സംഭവ സമയം ശാന്തിക്കൊപ്പം വീട്ടിലുണ്ടായിരുന്നു. ഇയാൾ ഈ ജഗൻമോഹൻ്റെ വീട്ടിലേക്ക് ആണി ആവശ്യപ്പെട്ടു, അതായത് ഇയാൾക്ക് പണിക്കും മറ്റും ആവശ്യമായി ആണി ആവശ്യപ്പെട്ട് ജഗൻമോഹൻ്റെ വീട്ടിലെത്തിയിരുന്നു. ആ സമയം ശാന്തി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് കൊലപാതകം നടന്നതെന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇയാൾ ശ്വാസം മുട്ടിച്ച്, അതായത് ശാന്തിയെ കഴുത്തിൽ തോർത്തു മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നിലവിൽ ശാന്തൻപാറ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് പ്രതി ഉള്ളത്. സംഭവ സമയം ഇയാൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇയാൾ വീട്ടിലെത്തിയ കാര്യം ശാന്തി തൻ്റെ ഭർത്താവിനെ വിളിച്ചറിയിച്ചിരുന്നു. അതായത് ആണി വാങ്ങാനായിട്ട് രാമകൃഷ്ണൻ എത്തിയിരുന്നു എന്ന്. എന്നാൽ ജഗൻമോഹൻ അറിയിച്ചു, അത് ഇയാൾ വന്നത് ശേഷം, ജഗൻമോഹൻ എത്തിയതിനു ശേഷം ആണി നൽകാം, എന്നിട്ട് ഇയാൾക്ക് മടങ്ങിപ്പോകാം എന്ന് പറഞ്ഞു. ഇതിന് പ്രകാരം ഇയാൾ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു, അതായത് ഇയാളുടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. ഇയാൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കാണ്, അതായത് ജഗൻമോഹൻ വീട്ടിലെത്തിയപ്പോൾ ശാന്തിയെ താഴെ, അതായത് നിലത്ത് വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ ജഗൻമോഹൻ എന്താണ് കാര്യമെന്ന് രാമകൃഷ്ണനോട് തിരക്കുകയും രാമകൃഷ്ണൻ പറഞ്ഞു, അതായത് രാമകൃഷ്ണന് ശാന്തി ചായ നൽകിയതിനു ശേഷം ബോധരഹിതയായി വീഴുകയായിരുന്നു എന്നായിരുന്നു. പിന്നാലെ നാട്ടുകാരും എത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പൂപ്പാറിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം ശാന്തി എത്തിക്കുന്നത്. അവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ചതോടുകൂടി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കിടെയാണ് ശാന്തിയുടെ കഴുത്തിൽ അസ്വാഭാവികമായ ചില പാടുകൾ ഈ പോലീസുകാരും അതുപോലെ തന്നെ ഡോക്ടർമാരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നാലെ വിശദമായ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അതിനുശേഷമാണ് ശാന്തി ശ്വാസം മുട്ടിയാണ് മരിച്ചത്, അല്ലെങ്കിൽ ശ്വാസം മുട്ടി കൊലപ്പെടുത്തുകയാണെന്ന് സ്ഥിരീകരണം വന്നതിന് പിന്നാലെയാണ് പോലീസ് ഈ രാമകൃഷ്ണനെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. ചോദ്യം ചെയ്യൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. അതായത് സംഭവ ദിവസം, അതായത് 4-ാം തീയതി വീട്ടിലെത്തി ശാന്തിയെ തോർത്തു മുറുക്കി കൊലപ്പെടുത്തുകയാണെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്താണ് കാരണം, അതായത് കൊലപാതക കാരണം എന്താണെന്ന് പോലീസ് ചോദിച്ചപ്പോൾ പ്രതി നൽകിയ മൊഴി ശാന്തിയുടെ സ്വഭാവ ദൂഷ്യമാണ്, അതുകൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതി നിലവിൽ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ശാന്തൻപാറ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ശ്യാമിലി, ജോയ്മോൻ വിവരങ്ങൾ നൽകിയത്.